ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഫിസിക്സ് ചാപ്റ്റർ 1 മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സിലെ എക്സാം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കാണാം. ഇന്ന് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. MCQs ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഫസ്റ്റ് അത് വാച്ച് ചെയ്യുക. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി is a property of an object or phenomenon that can be measured and expressed using a number and a unit. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്? യൂസിങ് എ നമ്പർ ആൻഡ് എ യൂണിറ്റ്. ഒരു നമ്പർ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്, പിന്നെ ഒരു യൂണിറ്റ്, ഇത് രണ്ടും യൂസ് ചെയ്താണ് നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ലെങ്ത് ഓഫ് എ പെൻസിൽ 7 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇതിൽ 7 എന്നുള്ളതാണ് മാഗ്നിറ്റ്യൂഡ്, സെൻറ്റിമീറ്റർ എന്നുള്ളത് യൂണിറ്റ് ആണ്. ഇവിടെ ലെങ്ത് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ ഫിനോമിനൻ that can be measured and expressed using a number and a unit. Next one, what physical quantity is measured when finding the depth of a pit? ഒരു പിറ്റ് അല്ലെങ്കിൽ ഒരു കുഴി, അതിൻ്റെ ഡെപ്ത് മെഷർ ചെയ്യാൻ, അതിൻ്റെ ആഴം മെഷർ ചെയ്യാൻ വേണ്ടി ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷേർഡ് ഈസ് ലെങ്ത്. ലെങ്ത് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. Next one, what physical quantity is measured when checking body heat? നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് അളക്കുവാൻ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷേർഡ് ഈസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ ശരീരത്തിൻ്റെ ചൂട് അളക്കുവാൻ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? എന്താണ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അടിസ്ഥാന അളവ് എന്ന് പറയുന്നത് എന്താണ്? എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതാണ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. ഇത് നമുക്ക് മറ്റ് അളവുകൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. Name the 7 fundamental quantities. ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? The 7 fundamental quantities are length, mass, time, electric current, temperature, amount of substance and luminous intensity. Length, നീളം, then mass, time, electric current, വൈദ്യുത പ്രവാഹ തീവ്രത, then temperature, താപനില, amount of substance, പദാർത്ഥത്തിൻ്റെ അളവ്, ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശ തീവ്രത. ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. Give 2 examples of derived quantities. Area, volume. They are examples of derived quantities. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏരിയ അളക്കാൻ പറ്റുമോ? ഇല്ല. ഏരിയ ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. സോ ഏരിയ ഡിപ്പെൻഡ്സ് ഓൺ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ലെങ്ത്. സോ ഏരിയ ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. നെക്സ്റ്റ് വൺ, how is a physical quantity expressed
ഇനി എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ ന്യൂമറിക്കൽ വാല്യൂ കോൾഡ് മാഗ്നിറ്റ്യൂഡ് ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞു ഒരു പെൻസിലിൻ്റെ ലെങ്ത് 7 സെൻറ്റിമീറ്റർ. ലെങ്ത് എന്നുള്ളത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസിങ് എ ന്യൂമറിക്കൽ വാല്യൂ ഫോളോഡ് ബൈ എ യൂണിറ്റ്. ഹിയർ ന്യൂമറിക്കൽ വാല്യൂ ഈസ് 7, that is magnitude. Then cm is centimeter, that is its unit. Why should we use standard units for measurement? നമ്മൾ മെഷർമെൻറ്റിന് എന്തിനാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എൻഷുർ ദാറ്റ് മെഷർമെൻറ്റ്സ് ആർ ദ സെയിം എവരിവെയർ ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർ അളന്നാലും ഒരേ അളവ് തന്നെ നമുക്ക് ലഭിക്കണം. അതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എൻഷുർ ദാറ്റ് മെഷർമെൻറ്റ്സ് ആർ ദ സെയിം എവരിവെയർ ഇൻ ദ വേൾഡ്. ദെൻ വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് accepted universally to measure a physical quantity. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ കൃത്യമായിട്ട് പ്രസ്താവിക്കാൻ, കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേൾഡിൽ മൊത്തം അംഗീകരിച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് accepted universally to measure a physical quantity. What units were used in ancient times to measure length? Length measure ചെയ്യുന്നതിന് വേണ്ടി മുൻകാലങ്ങളിലൊക്കെ ഏത് യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്? യൂണിറ്റ്സ് ലൈക്ക് ഫുട്ട്, ക്യൂബിറ്റ് ആൻഡ് ഹാൻഡ് സ്പാൻ were used to measure length. പണ്ട് ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് അടി, മുഴം, ചാൺ എന്നൊക്കെ പറയുന്നത്. ഫുട്ട്, ക്യൂബിറ്റ് ആൻഡ് ഹാൻഡ് സ്പാൻ. What was a problem with using different units in different regions? ഇപ്പോൾ പല പ്രദേശത്തും പല യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് പ്രോബ്ലം? ഇറ്റ് കോസ്ഡ് കൺഫ്യൂഷൻ ആൻഡ് മേഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കമ്പയർ മെഷർമെൻറ്റ്സ്. മെഷർമെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ തന്നെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഫുട്ട്, ഒരു സ്ഥലത്ത് ക്യൂബിറ്റ്, അങ്ങനെ വരുമ്പോൾ മെഷർമെൻറ്റ്സ് കമ്പയർ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. വൈ were ട്രഡീഷണൽ യൂണിറ്റ്സ് നോട്ട് ആക്യുറേറ്റ്? ട്രഡീഷണൽ യൂണിറ്റ്സ് ആക്യുറേറ്റ് അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ട്രഡീഷണൽ യൂണിറ്റ്സ് വേരിഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് പ്ലേസ് ടു പ്ലേസ് റിസൾട്ടിങ് ഇൻ ലോ ആക്യുറസി. ട്രഡീഷണൽ യൂണിറ്റ്സ് വേരി ചെയ്യും, പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. ഇപ്പോൾ ഒരാളുടെ ഹാൻഡ് സ്പാൻ്റെ അളവായിരിക്കില്ല വേറൊരാളുടെ ഹാൻഡ് സ്പാൻ. സോ ഡിഫറെൻ്റ് ആയിരിക്കും പലർക്കും. ആൻഡ് ഇറ്റ് ഓൾസോ വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് റിസൾട്ടിങ് ഇൻ ലോ ആക്യുറസി. മെഷർമെൻറ്റ്സിന് ഒരു കൃത്യത ഉണ്ടാവില്ല. അതാണ് ലോ ആക്യുറസി എന്ന് പറയുന്നത്. വാട്ട് ഡസ് SI സ്റ്റാൻഡ് ഫോർ? SI എന്ന് പറഞ്ഞാൽ എന്താണ്? SI സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. വൈ ആർ SI യൂണിറ്റ്സ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് SI യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? SI യൂണിറ്റ്സ് പ്രൊവൈഡ് യൂണിഫോം ആൻഡ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് മെഷർമെൻറ്റ്സ് എവരിവെയർ ഇൻ ദ വേൾഡ്. അതായത് നമ്മൾ SI യൂണിറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ വേൾഡിൽ എല്ലായിടത്തും സെയിം അളവ് ലഭിക്കുന്നു. അതാണ് SI യൂണിറ്റ്സിൻ്റെ പ്രത്യേകത. SI യൂണിറ്റ്സ് പ്രൊവൈഡ് യൂണിഫോം ആൻഡ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് മെഷർമെൻറ്റ്സ് എവരിവെയർ ഇൻ ദ വേൾഡ്. വിച്ച് SI യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ലെങ്ത്? ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഏത് SI യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്? മീറ്റർ. സ്മോൾ m ഈസ് എ SI യൂണിറ്റ് ഓഫ് ലെങ്ത്. Why can machine parts made in different countries fit together perfectly? ഇപ്പം നമ്മുടെ വെഹിക്കിൾസിൻ്റെ എല്ലാം പല പാർട്സ് പല കൺട്രീസിലാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അവ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്? ദ യൂസ് ദ സെയിം ഇന്റർനാഷണലി അക്സെപ്റ്റഡ് SI യൂണിറ്റ്സ് ഫോർ മെഷർമെൻറ്റ്സ്. അവർ മെഷർമെൻറ്റ്സിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള SI യൂണിറ്റ്സ് യൂസ് ചെയ്താണ്. അതുകൊണ്ടാണ് നമുക്ക് മെഷീൻ പാർട്സ് കറക്റ്റായിട്ട് പെർഫെക്റ്റ്ലി ഫിറ്റ് ആവുന്നത്. വൈ ആർ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് യൂസ്ഡ് ഫോർ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഇപ്പോൾ ഒരു സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പോൾ ലെങ്ത്ത്, അതിന് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? ചിലപ്പോൾ മില്ലിമീറ്റർ യൂസ് ചെയ്യും, ചിലപ്പോൾ മീറ്റർ യൂസ് ചെയ്യും, ചിലപ്പോൾ കിലോമീറ്റർ യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് യൂസ് ചെയ്യുന്നത്?
Larger units are used for larger quantities and smaller units are used for smaller quantities. അതായത് ഇപ്പോൾ വലിയ ഡിസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിലോമീറ്റർ യൂസ് ചെയ്യണം. ഇനി സ്മോളർ യൂണിറ്റ്സ്, ഇപ്പോൾ ഒരു പെന്നിൻ്റെ നിബാണ് അളക്കുന്നതെങ്കിൽ നമുക്ക് കിലോമീറ്ററിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, മില്ലിമീറ്റർ മതി. സോ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ആൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഓർ AU? എന്താണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്? An astronomical unit is the average distance between the earth and the sun, about 150 million kilometers. അതായത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം, ആവറേജ് ഡിസ്റ്റൻസിനെയാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ ലൈറ്റ് ഇയർ? എന്താണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്? A light year is a distance traveled by light in 1 year in a vacuum. ഒരു വർഷം കൊണ്ട് പ്രകാശം, ലൈറ്റ് വാക്വത്തിലൂടെ, ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇനി ലെങ്ത്തിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സും അതിൻ്റെ കൺവേർഷനും ആണ്. അത് എപ്പോഴും ചോദിക്കുന്നതാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റേഴ്സ്. ദെൻ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 millimeters. സിമിലർലി 1 മീറ്റർ ഈസ് ഈക്വൽ ടു എത്ര മില്ലിമീറ്റർ ആയിരിക്കും? ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 millimeter ആണ്. സോ 100 into 10, 1000 millimeters. നെക്സ്റ്റ്, 1 മീറ്റർ ഈസ് ഈക്വൽ ടു എത്ര മൈക്രോമീറ്റർ ആണ്? 10 lakh micrometers ആണ്. ദെൻ 1 kilometer ഈസ് ഈക്വൽ ടു 1000 meters. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മാസ്? എന്താണ് മാസ് എന്ന് പറയുന്നത്? മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിൽ, ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ, മാറ്ററിൻ്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്. വാട്ട് ഈസ് എ SI യൂണിറ്റ് ഓഫ് മാസ്? ഇനി മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? ദ SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് ദ കിലോഗ്രാം. kg എന്നാണിത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. സോ മാസിൻ്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം. ഇനി മാസിന് സ്മോളർ യൂണിറ്റ്സും ഉണ്ട്, ലാർജർ യൂണിറ്റ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സ്മോളർ യൂണിറ്റ് ആണ് ഗ്രാം എന്ന് പറയുന്നത്. 1 gram ഈസ് ഈക്വൽ ടു 1000 milligrams. 1000 milligram ചേർന്നതാണ് 1 gram. ദെൻ 1 kilogram എന്നുള്ളത് 1000 grams ആണ്. ദെൻ അപ്പോൾ എത്ര മില്ലിഗ്രാം ആയിരിക്കും 1 kilogram? 1 kilogram എന്ന് പറയുന്നത് 1000 gram. 1 gram എന്ന് പറയുന്നത് 1000 milligram. സോ 1000 into 1000. സോ 10 lakh milligram. ഇനി കിലോഗ്രാമിനേക്കാളും വലിയ യൂണിറ്റ്സ് ആണ് ക്വിൻ്റല്, ടണ്ണൊക്കെ. 1 quintal ഈസ് ഈക്വൽ ടു 100 kilograms. ദെൻ 1 ton ഈസ് ഈക്വൽ ടു 1000 kilograms. നെക്സ്റ്റ്, വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് ടൈം? ടൈമിൻ്റെ SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് എ സെക്കൻഡ്, റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ എസ്. സെക്കൻഡ് ആണ് SI യൂണിറ്റ് ടൈമിൻ്റെ. ദെൻ വാട്ട് ഈസ് വോളിയം? ഇനി വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഈസ് എ എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ്, അതിനാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. What is the SI unit of volume? The SI unit of volume is cubic meter or meter cube. Cubic meter ആണ് വോളിയത്തിൻ്റെ SI യൂണിറ്റ്. Then what is density? ഇനി എന്തിനാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത് സാന്ദ്രത. എന്താണ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഈസ് എ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. സോ ഡെൻസിറ്റി ഈസ് എ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം. എങ്ങനെയാണ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. Which substance has greater density? If two substances have the same volume. ഇപ്പോൾ 2 substances ഉണ്ട്, രണ്ടിനും സെയിം വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ ഏതിനായിരിക്കും ഡെൻസിറ്റി കൂടുതൽ? The substance with greater mass has greater density. കൂടുതൽ മാസ് ഉള്ളതിനായിരിക്കും കൂടുതൽ ഡെൻസിറ്റി. Is the density of a particular substance constant? ഈ ഡെൻസിറ്റി, ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് എടുത്താൽ അതിൻ്റെ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ?
Yes, the density of a particular substance is a fixed value under normal conditions. അതായത് ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ഫിക്സ്ഡ് ആയിരിക്കും നോർമൽ കണ്ടീഷൻസിൽ. വാട്ട് ആർ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചില്ലേ? ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ. അപ്പം അതിൻ്റെയൊക്കെ യൂണിറ്റ്സിനെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നെയിം ദ SI ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഇനി ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ, സ്മോൾ എം യൂസ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ കിലോഗ്രാം എന്നുള്ളത് മാസിന്റെ യൂണിറ്റ് ആണ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. കറണ്ടിന്റെ ആംപിയർ. ടെമ്പറേച്ചറിന്റെ കെൽവിൻ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ മോൾ. ദെൻ ലൂമിനസ് ഇന്റൻസിറ്റിയുടെയാണ് കാൻഡല. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്സ്? SI യൂണിറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? SI യൂണിറ്റ്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ്. ഏകീകൃത യൂണിറ്റുകളാണ് SI യൂണിറ്റ്സ്. ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. ദെൻ യൂസ്ഡ് ടു എക്സ്പ്രസ് ഓൾ അതർ യൂണിറ്റ്സ്. നമുക്ക് ഇവയെ അടിസ്ഥാനമാക്കി മറ്റ് അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 1 minute ഈസ് ഈക്വൽ ടു 60 seconds. 1 hour ഈസ് ഈക്വൽ ടു എത്ര സെക്കൻഡ്സ് ആയിരിക്കും? 1 hour എന്നുള്ളത് 60 minutes ആണ്. സോ 60 minutes ഇൻറ്റു 60, ദാറ്റ് ഈസ് 3600 seconds. ഇനി 1 liter എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണ്? 1000 milliliter. 1 liter ഈസ് 1000 cubic centimeter, ദാറ്റ് ഈസ് സെന്റിമീറ്റർ ക്യൂബ്. What are derived units? Derived units are units that can be expressed using fundamental units or depend on fundamental units. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ്സിനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ഇൻസ്ട്രുമെന്റ്സ് ആർ കോമൺലി യൂസ്ഡ് ടു മെഷർ ലെങ്ത്? ലെങ്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? റൂളർ ഓർ സ്കെയിൽ, മെഷറിംഗ് ടേപ്പ്, മീറ്റർ സ്കെയിൽ, വെർനിയർ കാലിപ്പേഴ്സ്. ഇതെല്ലാം ലെങ്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. വാട്ട് ഈസ് എ ലീസ്റ്റ് കൗണ്ട് ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ്? ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് എടുത്താൽ അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്താണ്? The least count is the smallest value that can be measured using an instrument. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ ലീസ്റ്റ് കൗണ്ട് എന്നാണ് പറയുന്നത്. It is the smallest value that can be measured using an instrument. What is the least count of a common scale? The least count of a common scale is 0.1 centimeter or 1 millimeter. How can we measure the thickness of one sheet of paper? ഒരു ഷീറ്റ് പേപ്പറിന്റെ തിക്നെസ് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? Measure the thickness of a stack of papers and divide it by the number of sheets. ആദ്യം ആ സ്റ്റാക്ക് ഓഫ് പേപ്പേഴ്സ്, മൊത്തം പേപ്പറിന്റെയും തിക്നെസ് മെഷർ ചെയ്യാം. എന്നിട്ട് അതിനെ എത്ര ഷീറ്റ് ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ തിക്നെസ് ഓഫ് സ്റ്റാക്ക് ഓഫ് പേപ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്പർ ഓഫ് ഷീറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. If the initial water level is 50 ml and the final level is 65 ml, what is the volume of the stone? ഇപ്പോൾ നമ്മളൊരു സ്റ്റോൺ വെള്ളത്തിലിടുവാണ്. ഇനീഷ്യൽ വാട്ടർ ലെവൽ 50 ml ആയിരുന്നു, ഫൈനൽ 65 ആയി. അപ്പോൾ എന്തായിരിക്കും സ്റ്റോണിന്റെ വോളിയം? ദ വോളിയം ഓഫ് സ്റ്റോൺ ഈസ് 15 ml. ദാറ്റ് ഈസ് 65 മൈനസ് 50, 15 ml. വാട്ട് ഈസ് ആൻ ഓസിലേഷൻ? എന്താണ് ഓസിലേഷൻ എന്ന് പറയുന്നത്? വൺ കംപ്ലീറ്റ് ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി ഈസ് കോൾഡ് ഓസിലേഷൻ. ഒരു കംപ്ലീറ്റ് ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ടൈം ഇന്റർവെൽസ്? എ സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ടൈം ഇന്റർവെൽസ്. ഇപ്പോൾ ടൈം ഇന്റർവെൽ മെഷർ ചെയ്യുന്നത് നമുക്ക് സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യാം. ഇഫ് 10 ഓസിലേഷൻസ് ടേക്ക് 20 seconds, what is the time for one oscillation? The time for one oscillation is 2 seconds. 20 divided by 10, 2 seconds. Next we have textbook questions. Identify the odd one out and explain the common feature of the others. First one, kilogram, kilometer, second, mole. അതായത് കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക, മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ്? കിലോമീറ്റർ ആണ്. എന്തുകൊണ്ടാണ് കിലോമീറ്റർ കൂട്ടത്തിൽ പെടാത്തത്? കിലോഗ്രാം, second and mole are SI fundamental units, whereas kilometer is a multiple of the SI unit meter. Kilogram,
സെക്കൻഡ്, മോൾ എന്നൊക്കെ പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ SI ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് ആണ്. കിലോമീറ്റർ എന്നുള്ളത് SI യൂണിറ്റ് മീറ്ററിന്റെ മൾട്ടിപ്പിൾ ആണ്. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്, കിലോമീറ്റർ അല്ല. നെക്സ്റ്റ് വൺ, ടൈം, ഏരിയ, മാസ്, ഇലക്ട്രിക് കറണ്ട്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഓഡ് വൺ ഔട്ട് ഏതാണ്? ഏരിയ. വൈ? ടൈം, മാസ്, electric current are fundamental quantities while area is a derived quantity. ടൈം, മാസ്, ഇലക്ട്രിക് കറണ്ട് ഇതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. എന്നാൽ ഏരിയ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. നെക്സ്റ്റ് വൺ, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ്? ഡിഗ്രി സെൽഷ്യസ്. വൈ? മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ് ആർ SI ഫണ്ടമെന്റൽ യൂണിറ്റ്സ് while SI unit of temperature is Kelvin, not degree Celsius. ഇതിൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് ഇതെല്ലാം ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, SI ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് അല്ല, കെൽവിൻ ആണ് SI യൂണിറ്റ്. ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആർ ഗിവൺ ബിലോ. ഫിൽ ഇൻ ദ ടേബിൾ ബിലോ. കിലോമീറ്റർ, 1 kilometer is equal to how many meters? 1 kilometer is equal to 1000 meters. 1000. Next one, millimeter. 1 meter is equal to dash millimeter. 1 meter is equal to how many centimeters? Is equal to 100 centimeters. 1 centimeter is equal to 10 millimeter. So 1 meter is equal to 100 into 10. That is 1000 millimeter. The next one, centimeter. Dash centimeter is equal to 1 meter. 100 centimeter is equal to 1 meter. Convert the following measurements to SI units without changing their values. തന്നിരിക്കുന്ന മെഷർമെന്റ്സിനെ നമ്മൾ SI യൂണിറ്റ്സിലേക്ക് മാറ്റി എഴുതാൻ. 2000 ഗ്രാം. 2000 ഗ്രാം മാസിന്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. സോ 2000 ഗ്രാം ഈസ് ഈക്വൽ ടു 2 കിലോഗ്രാം. 1 kilogram is equal to 1000 gram. So 2 kilogram is equal to 2000 gram. Next one, 1 hour. SI unit of time is seconds. So 1 hour is equal to 3600 seconds. 1 hour is equal to 60 minutes. 1 minute is equal to 60 seconds. So 60 into 60, 3600 seconds. Next one, 1.5 kilometer. SI unit of length is meter. So we have to convert kilometer to meter. So you need to multiply by 1000. 1.5 into 1000. That is 1500 meter. ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. നെക്സ്റ്റ് വൺ, 200 സെന്റിമീറ്റർ. SI യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ ആണ്, നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മീറ്റർ ഇസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. സോ 200 സെന്റിമീറ്റർ എന്നുള്ളത് 2 മീറ്റർ ആണ്. ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദം ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസ്. അതായത് മാസിന്റെ വിവിധ യൂണിറ്റുകൾ തന്നിരിക്കുന്നു. ഈ യൂണിറ്റുകളെ അവയുടെ വാല്യൂ അനുസരിച്ച് നമ്മളൊരു അസെൻഡിങ് ഓർഡറിൽ എഴുതണം. കിലോഗ്രാം, മില്ലിഗ്രാം, ക്വിൻ്റൽ, ഗ്രാം. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിന്ന് വലുതിലേക്ക്. അപ്പം ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? മില്ലിഗ്രാം. സോ മില്ലിഗ്രാം ആദ്യം എഴുതണം, പിന്നീട് ഗ്രാം എഴുതണം, പിന്നെ കിലോഗ്രാം, പിന്നെ ഏതാണ് ലാസ്റ്റ്? ക്വിൻ്റൽ. സോ മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം, ക്വിൻ്റൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൻ്റെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടെ കാണുക.
ഇതൊരു പുതിയ ചാനലാണ്, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യുക. പിന്നെ ഓൾറെഡി നമുക്കൊരു CBSE ചാനലുണ്ട്, രേഖാസ് നോളജ് ഹബ്. അപ്പോൾ ഫ്രണ്ട്സ് CBSE സിലബസിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്യുക. താങ്ക്